കർത്താവിൻ്റെ സാക്ഷിയെ നിൽപ്പാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനിടയായത്, ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ശുശ്രൂഷ മേഖലയിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ CSE കുടുംബമാണ്. ഞാൻ താമസിച്ചിരുന്നത് അതായത് മണ്ണടിക്കോണം, നെയ്യാറ്റിങ്കരയ്ക്കടുത്ത് മണ്ണടിക്കോണം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ച് വളർന്നത്. പാരമ്പര്യമായി മൂലക്കോണം CSI സഭ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ സഭയിലാണ് കുടുംബമായി പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് എൻ്റെ മാതാവും പിതാവും 12 മക്കളാണ്. 12ാമത്തതാണ് ഞാൻ. ഈ 12 മക്കളും ഈ ആലയത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ നേരെ മൂത്തതായി പറയുന്ന, ജ്യേഷ്ഠനായി പറയുന്ന ഒരു സഹോദരൻ കുഞ്ഞിലെ മരിച്ചുപോയി. ബാക്കി 11 പേരും നിലവിലുണ്ട്. അങ്ങനെ ഞങ്ങൾ CSI പാരമ്പര്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ 8ാം സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുൻവശത്ത്, അതായത് നെയ്യാറ്റിങ്കരയും കാട്ടാക്കട ആ റോഡിൻ്റെ കരയിൽ ആണ് എൻ്റെ വീട്. അപ്പോൾ ഈ വീടിൻ്റെ കരയിൽ അതായത് ഒരു മനുഷ്യൻ ഒരു കീറിയ ജൂബയൊക്കെ ഇട്ട്, അഥവാ ഒരു നല്ല ഒരു ജൂബയല്ല, പഴകിയ ഒരു ജൂബയൊക്കെ ഇട്ട് ഒരു സൈക്കിൾ മുണ്ടൊക്കെ എടുത്ത് സൈക്കിളിൽ വന്നിങ്ങനെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ CSIക്കാരായതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കി. നമ്മൾ കൊച്ചു കുട്ടികളായതുകൊണ്ട് ഇങ്ങനെ പുറത്ത് ഇറങ്ങി നോക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, വലിയൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊരു വലിയ അടുപ്പാണ്, ഒത്തിരി തീ കത്തുന്നുണ്ട്. ഈ അടുപ്പിൽ ഇട്ട് അനേകരെ കപ്പലണ്ടി വറുക്കും പോലെ വറുക്കാനിടയായി തീരും. എന്തിനാണ് അങ്ങനെ വറുക്കുന്നതെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിൽ വരാതെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി തന്നിഷ്ടപ്രകാരം ജീവിച്ച് നശിച്ചു പോകുന്ന, അവരുടെ ആത്മാവ് നശിച്ചു പോകുന്ന വ്യക്തികൾക്കൊരു ന്യായവിധിയുണ്ട്. ആ ന്യായം വിധിച്ച് ഈ ചീനച്ചട്ടിയിലിട്ട് വറുക്കുമെന്ന്. ഹല്ലേലൂയ. അതായത് അദ്ദേഹം പറഞ്ഞത് പണ്ടത്തെ ഒരു സുവിശേഷത്തിൻ്റെ സ്റ്റൈലാണ്. ഒരു ന്യായവിധി ഉണ്ടെന്നും ആ ന്യായവിധി ഭയാനകമാണെന്നും അദ്ദേഹം തെളിയിച്ചു. അത്ര മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ കുട്ടിയായതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഈ വിത്ത്, ഈ സുവിശേഷത്തിൻ്റെ വിത്ത് എൻ്റെ ഹൃദയത്തിൽ വന്ന് പതിച്ചു. എനിക്ക് ഭയങ്കരമായ ദൈവഭയമുണ്ടായി. അയ്യോ, ഞാനും നശിച്ച് ഈ നരകത്തിൽ വീഴുമോ, ഈ തീയിൽ വീഴുമോ, എന്നെയും കപ്പലണ്ടി വറുക്കും പോലെ വറുക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. ഈ ഭയം ദൈവത്തെ സ്നേഹിപ്പാൻ കാരണമായി. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ സൺഡേ സ്കൂളിലൊക്കെ കറക്റ്റായിട്ട് പോകും, വചനമെല്ലാം നല്ലോണം പഠിക്കും. കാരണം എൻ്റെ ഉള്ളിൽ എന്നെ കപ്പലണ്ടി വറുക്കും പോലെ വറുക്കരുതേ എന്നാണ് ചിന്ത. അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് ദൈവരാജ്യത്തിൽ വസിക്കണം, ആ സന്തോഷ വീട്ടിൽ വസിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ വചനമൊക്കെ പഠിക്കുമായിരുന്നു. എന്നാൽ ഈ CSI പാരമ്പര്യത്തിനകത്ത് നിന്നോളണം, അതിൻ്റെ പുറത്ത് പോകാൻ നമ്മുടെ കുടുംബത്തിൽ ഒരു അനുവാദമില്ല. ഹല്ലേലൂയ. എൻ്റെ പപ്പയും അമ്മയും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുമാത്രമല്ല, എൻ്റെ പപ്പ ഒരു പഴയ മനുഷ്യനാണ്. കുട്ടികൾ 10ാം സ്റ്റാൻഡേർഡ് വരെ ആൺകുട്ടികൾക്ക് പഠിക്കാം, എന്നാൽ പെൺകുട്ടികൾക്ക് അത്രയും പോകണ്ട. 4 വരെയൊക്കെ പോയാൽ മതി, പിന്നെ വീട്ടിലിരുന്നോളണം. ബാക്കി സഹോദരങ്ങൾക്കാണെങ്കിൽ 10 വരെയൊക്കെ പോകാം. അങ്ങനെയൊക്കെയാണ് പപ്പയുടെ ഒരു രീതിയായിരുന്നത്. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസമായപ്പോൾ ഞാനിങ്ങനെ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തതുപോലെ ഞാൻ സമരം ചെയ്തത് നിമിത്തം ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ പഠിക്കാനിടയായി തീർന്നു. അതും ഞാൻ ഏറ്റവും ഇളയതായിട്ട് എനിക്ക് സപ്പോർട്ടിന് എൻ്റെ സഹോദരന്മാർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാൻ അതുവരെ പോകാനിടയായി തീർന്നു. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പുറത്ത് ഒന്നിനും നമ്മളെ വിടുന്ന ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എൻ്റെ പപ്പ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സഹോദരിക്ക് ഹാർട്ടിന് ഒരു അസ്വസ്ഥതയുണ്ടായി. അവൾക്ക് ശ്വാസകോശ സംബന്ധമായി, ഹാർട്ട് സംബന്ധമായി ഒരു പ്രോബ്ലം ഉണ്ടായി. അങ്ങനെ അവിടെ എന്തോ ഒരു ഹോൾ വീണതുപോലെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനൊക്കെ വേണം, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആകെ തകരാറിലാകും എന്നൊക്കെ പറയാനിടയായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാനുള്ള കാശ് എൻ്റെ പപ്പയ്ക്കില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഓപ്പറേഷൻ ചെയ്യാതെ മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരുന്നു. ഈ സഹോദരി ഒരിക്കൽ എന്ത് ചെയ്തു, നിങ്ങൾക്കറിയാം,
ചീനിവിള ഡെന്നിസൺ പ്രസംഗിയാർ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാലയത്തിൽ ഇങ്ങനെ പോകുമായിരുന്നു. ഒരു ദിവസം പോയിട്ട് വന്ന് അവൾ കിടന്നുറങ്ങുമ്പോൾ അവളിങ്ങനെ ഒരു ദർശനം കണ്ടു. ആ ദർശനം ഇതാണ്: അവളൊരു പള്ളിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വളരെ വിഷാദത്തോടെ ഭാരത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ പള്ളിക്കകത്തു നിന്ന് ഒരു ഹല്ലേലൂയ വെള്ള വസ്ത്രധാരി ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഒരു സ്ഫടിക ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിനകത്തൊരു ചുവന്ന മരുന്നുണ്ട്. അത് അവൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കുടിക്കാൻ പറഞ്ഞു. ഈ സഹോദരി ഇത് കുടിച്ചപ്പോൾ ഉടനൊരു ശബ്ദം കേട്ടു, ഈ രക്തം കുടിച്ചതിനാൽ നീ സൗഖ്യമായെന്ന്. ഹല്ലേലൂയ. ഈ രാത്രി തന്നെ നമ്മളോടെല്ലാം ഇങ്ങനെ അവൾ പറഞ്ഞു, ഞാൻ സൗഖ്യമായി, യേശു എന്നെ സൗഖ്യമാക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളാരും വിശ്വസിച്ചില്ല. ഞാനാണെങ്കിൽ പൊട്ടിച്ചിരിച്ചു. കാരണം ഞാനിപ്പോൾ കുറേ സ്വപ്നങ്ങളൊക്കെ കാണുമായിരുന്നു. ഇതൊന്നും നടന്നില്ലല്ലോ, പിന്നെ നീ കാണണം എങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ആക്ഷേപവും പൊട്ടിച്ചിരിയൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവളെ പിറ്റേന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കി, സ്കാൻ ചെയ്ത് നോക്കി. ഒരു കുഴപ്പമില്ല. ദൈവം സൗഖ്യമാക്കി. പുതിയ ഹൃദയം, പുതിയ ശ്വാസകോശം ദൈവം അവൾക്ക് ദാനമായി കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശുക്രിസ്തുവിനെ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്ന പ്രിയ ദൈവകുഞ്ഞെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. സൃഷ്ടിച്ച നാഥന് നമുക്ക് എന്തൊക്കെ ഫാൾട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ആ നാഥന് മാത്രമേ യഥാർത്ഥമായിട്ട് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് വിടുതലുണ്ട്. അപ്പോൾ നോക്കൂ, അങ്ങനെ ആ സൗഖ്യമായപ്പോൾ എൻ്റെ ചേച്ചി അവളിങ്ങനെ സുവിശേഷം പുറത്തൊക്കെ പറയാൻ തുടങ്ങി. അവളെ സാക്ഷ്യം പറയാൻ തുടങ്ങി. പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എന്നാലും അവൾ പറയും, എന്നെ ദൈവം സൗഖ്യമാക്കിയല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ തീരുമാനമെടുത്തു യേശുവിനെ കുറിച്ച് പറയണമെന്ന്. അപ്പോൾ എന്നെയാണ് കൂട്ടിന് വിളിക്കുന്നത്. ഹല്ലേലൂയ. അതായത് പുറത്ത് പോയി പറയാൻ എന്നെയാണ് വിളിക്കുന്നത് കൂട്ടിന്. ഞാൻ ഇവളുടെ ബാക്കിൽ നിൽക്കും. കാരണം എനിക്ക് ഈ സുവിശേഷം പറയാൻ ഇഷ്ടമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഒളിച്ച് നിൽക്കും. ആരെങ്കിലും കണ്ട നാണക്കേടി എന്നെ, ഇവൾക്കൊന്തോന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് വരണേ, പെട്ടെന്ന് എന്തെങ്കിലും പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് വരണേ എന്ന് പറഞ്ഞ് ഞാൻ അവളെ ഇട്ട് ധൃതിപ്പെടുത്തുകയും വളരെ വിഷമിപ്പിക്കുകയും ചെയ്യും. അവളുടെ മറവിൽ മാത്രം നിൽക്കൂ. ഞാനിങ്ങനെ നേരെ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ യേശുവിനെ കുറിച്ചൊന്ന് പറയാൻ അപ്പോൾ ലജ്ജയായതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. ഹല്ലേലൂയ. അവളിങ്ങനെ സുവിശേഷം എല്ലാം പറയും, എന്നെ സൗഖ്യമാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് കടന്നു വരും. പക്ഷേ ഇങ്ങനെ നടന്നതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. അവൾ പറയുന്ന വചനമെല്ലാം എൻ്റെ ഹൃദയത്തിൽ, സുവിശേഷം എങ്ങനെ പറയണമെന്നുള്ള വചനമെല്ലാം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്ക് സ്വർഗത്തിൽ പോകണം, പക്ഷേ ഇങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നതൊന്നും ഇഷ്ടമേ അല്ലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവൾ, ഹല്ലേലൂയ സ്തോത്രം, ഒരു ദൈവത്തിൻ്റെ പൈതലായി മാറി. അങ്ങനെ എൻ്റെ കുടുംബത്തിനകത്ത് ആദ്യമായിട്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടത് സുഗന്ധി എന്ന് പറയുന്ന എൻ്റെ സഹോദരിയാണ്. ഹല്ലേലൂയ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ദൈവഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഭയങ്കര ആഭരണമൊക്കെ ഇട്ട് ഭയങ്കര ആഡംബരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ ആ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ സുഗന്ധി എന്ന് പറയുന്ന സഹോദരി ഇവിടെ കൊണ്ടുവന്ന് മോസസ് പാസ്റ്ററുടെ നേതൃത്വത്തിൽ എന്നെ സ്നാനപ്പെടുത്താനിടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെയും കുണുക്കുകളൊക്കെ ഇട്ട് ഭയങ്കരമായിട്ടാണ് ഞാൻ നടന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നാനപ്പെട്ടിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെട്ട് എന്തിനത് മനസ്സിലാക്കൂ, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് ദൈവഭയമുണ്ട്. പക്ഷേ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന ആ ഒരു കാര്യത്തിലൊന്നും എനിക്ക് ഭയങ്കര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ ആഡംബരത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞു. ഞാൻ പിന്നെ ട്യൂട്ടോറിയൽ ഫീൽഡാണ്, ഇങ്ങനെ ട്യൂഷൻ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നടക്കും. ഈ കാലഘട്ടത്തിൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിവാഹം കഴിക്കാനായിട്ട് വന്ന് ചോദിക്കുന്നു. അപ്പോൾ നടന്ന സംഭവം എന്ന് പറയുന്നത്, എൻ്റെ ബാക്കി സഹോദരിമാരെല്ലാം വിവാഹം കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ പപ്പ പരാലിസ് ബാധിച്ച് ഭവനത്തിലാണ്. അതുകൊണ്ട് പപ്പയ്ക്ക് ഒരേ ഒരു ഇഷ്ടം, ഇവളുടെ വിവാഹം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് മരിക്കണം. അങ്ങനെ ചിന്തയിലായിരിക്കുമ്പോഴാണ് ഹിന്ദുവായ എൻ്റെ ഭർത്താവ് എന്നെ വിവാഹം ചെയ്യുവാൻ വരുന്നത്. അദ്ദേഹം അപ്പോൾ ഗൾഫിലൊക്കെ പോയിട്ട് വന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് സഹോദരന്മാർക്കെല്ലാം വലിയ ഇഷ്ടമായി, എൻ്റെ പപ്പയ്ക്കും ഇഷ്ടമായി. പക്ഷേ ഞാനിങ്ങനെ ഈ സ്വർഗം എൻ്റെ വിഷനായി മാറിയത് കൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ഭർത്താവിനോട് ചോദിക്കാനിടയായി തീർന്നു. അതായത് പള്ളിയിലൊക്കെ പോകുമോ? അയ്യോ, ഞാൻ പള്ളിയിലൊന്നും പോകത്തില്ല, പിന്നെ നിന്നെ കെട്ടാനാണെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി പോകാമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എന്നെ കെട്ടാൻ ഒരു പള്ളിയിലും പോകരുത്, പക്ഷേ യേശുവിനെ സ്നേഹിക്കുമെങ്കിൽ മാത്രം ഹല്ലേലൂയ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വാസ്തവമായിട്ട് യേശുവിനെ സ്നേഹിക്കാൻ വേണ്ടിയല്ല, ഹല്ലേലൂയ കല്യാണം നടക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം പറഞ്ഞു, ഓ ശരി, ഞാൻ യേശുവിനെ സ്നേഹിക്കാമെന്ന്. സംഭവം എന്നെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് യേശുവായിട്ട് ഒരു ബന്ധമില്ല. ഹല്ലേലൂയ.
അപ്പോഴും പഴയ വഴിക്കാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമോ ഒരു ദൈവ സാന്നിധ്യമോ ഒരു ദൈവകൃപയോ ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം മാത്രം എൻ്റെ ഉള്ളിലായിരുന്നു, ഉണ്ടായിരുന്നു. വചനത്തിനകത്ത് ജീവനും ആത്മാവും ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം അമ്മയാണ് ഞാൻ ചെന്നപ്പോൾ കൈ പിടിച്ചിങ്ങനെ കയറ്റിയത്. അവരെൻ്റെ കയ്യിൽ തൊട്ടത് അവരെ കൈ വിറച്ചു. അവർ വളരെ ദേഷ്യത്തോടെ എന്നെ പിടിച്ച് കയറ്റിയിട്ട് പോയി. പിന്നെ എന്നോട് മിണ്ടൂല. ഹല്ലേലൂയ. പിന്നെ എൻ്റെ അടുക്കൽ വരത്തില്ല, എന്നെ ഇഷ്ടമില്ല, എന്നോട് മിണ്ടൂല. എന്താണെന്ന് എനിക്കും അറിഞ്ഞൂടാ, അവർക്കും അറിഞ്ഞൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞേ, ഹല്ലേലൂയ. കാരണം അവരാണ് അതായത് എൻ്റെ ഹസ്ബൻഡ് ആരാധിച്ചുകൊണ്ടിരുന്ന ആ ക്ഷേത്രത്തിൽ പിന്നത്തേതിൽ വിളക്കെല്ലാം വെച്ച് അവിടെ ആരാധന നടത്തുന്നവരാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് പിന്നത്തേൽ മനസ്സിലായി. എന്തായാലും പിന്നെ അവർക്ക് എന്നെ ഇഷ്ടമേ അല്ല, അവരെന്നോട് മിണ്ടത്തില്ല. ഹല്ലേലൂയ. നോക്കൂ, അത് കഴിഞ്ഞ് ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ പൈശാചിക ശക്തികൾ ശക്തമായി വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ യേശുവിനെ കുറിച്ച് സുവിശേഷം എന്നെ അറിയത്തക്ക രീതി ഞാൻ പറയാൻ തുടങ്ങി. പറഞ്ഞ് അദ്ദേഹം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി മാറി CSI സഭയിലേക്ക് പോയി. അതുമാത്രമല്ല, ഞങ്ങളുടെ വീടിൻ്റെ കാമ്പൗണ്ടിനകത്ത് നല്ല സ്ഥലമുള്ളതുകൊണ്ട് ഒരു CSI സഭ തുടങ്ങി. അങ്ങനെ 60ഓളം കുടുംബങ്ങൾ അവിടെയായി. അങ്ങനെ ഒരു ആളിൽ ഒത്തിരി ജനം ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ CSI പള്ളിയിലായി. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? അതായത് പാരമ്പര്യമായി സ്വന്തമായി ആരാധിച്ചുകൊണ്ടിരുന്ന സംഭവ സ്ഥലങ്ങളെല്ലാം വെട്ടിയുടച്ച് നശിപ്പിക്കുകയും സാധനങ്ങളെല്ലാം ആക്രി വിലയ്ക്ക് വിൽക്കുകയൊക്കെ ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ പിശാച് ശക്തമായി പോരാടി. ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു വലിയ കടഭാരമിട്ട് പോരാടാൻ തുടങ്ങി. ഒരു ഭവനം വെക്കുന്നു എന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പക്ഷേ വളരെ വലിയൊരു കടബാധ്യതയിൽ ഞങ്ങളെ അകപ്പെടുത്തി. അങ്ങനെ കടഭാരത്താൽ വളരെ ഞെരുകയാണ്. അപ്പോൾ വീട്ടിനടുത്ത് CSI ചർച്ചാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് വന്നിട്ട് മാസവരി കാർഡും കൊണ്ട് വീടുകളിൽ പ്രാർത്ഥിക്കാൻ നടക്കും. ഹല്ലേലൂയ. അഭിഷേകമില്ല, ദൈവകൃപയില്ല, പിശാച് ബാധിച്ച് ഭയങ്കര പ്രശ്നമാണ്, പ്രതികൂലമാണ്. എന്നാലും പ്രാർത്ഥനയ്ക്ക് നടക്കുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഒരു കൃപയുമില്ല, ഒന്നുമില്ല. എന്നാലും നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ദൈവം നിന്നെ കാണും, ഒരിക്കലും നിന്നെ കൈവിടൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ള വിശ്വാസം അനുസരിച്ച് ഈ യേശുവിനായിട്ട് അപ്പോഴും ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴും ജീവിതത്തിൽ സ്വസ്ഥതയില്ലായിരുന്നു, ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു, ജീവിതത്തിൽ പ്രതിസന്ധി മാത്രമായിരുന്നു. മുന്നോട്ട് പോകാനുള്ള വാതിലുകളെല്ലാം അടഞ്ഞുകൊണ്ടിരുന്നു. ശത്രുവായവൻ ഇനി മുൻപോട്ട് പോകാൻ അനുവദിക്കത്തില്ല, രണ്ടുപേരുടെ ജീവനം എടുക്കുമെന്ന് വാദിച്ച് ഹല്ലേലൂയ പോരാടി നിന്ന ഒരു അവസരമായിരുന്നു അത്. ഹല്ലേലൂയ. എങ്ങനെ ഒരു രക്ഷ കിട്ടും, എങ്ങനെ ഹല്ലേലൂയ ഒരു വിടുതൽ കിട്ടുമെന്നൊക്കെ വളരെ ഭാരപ്പെട്ടിരുന്ന അവസരമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ സഭ ജനം വർദ്ധിച്ചത് കൊണ്ട് CSI പള്ളി അവിടെ ഒതുങ്ങാത്തത് കൊണ്ട് 10 സെന്റ് സ്ഥലം വാങ്ങി വലിയൊരു സഭ വെച്ചു. ഹല്ലേലൂയ. എൻ്റെ ഭർത്താവാണ് അതിന് മുന്നിൽ നിന്നത്. എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് ഏറ്റവും ആദ്യത്തെ രജിസ്റ്ററിൽ ആദ്യത്തെ പേര്. എൻ്റെ ഭർത്താവിൻ്റെ പേരിലാണ് ആ സഭ ഇന്നും അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. ആ സഭയെല്ലാം വെച്ച് അങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജീവിതത്തിലൊരു സ്വസ്ഥതയില്ല, ജീവിതത്തിലൊരു സമാധാനമില്ല. അങ്ങനെ കടബാധ്യത ഏറി 21 പേർക്ക് ഞാൻ എൻ്റെ വലത് കൈ കാണിക്കുകയാണ്. ഈ കരം കൊണ്ട് 21 പേർക്ക് ഞാൻ പലിശ കൊണ്ട് കൊടുക്കും. ഹല്ലേലൂയ. എന്നിട്ട് കടം തീരുന്നില്ല, പലിശ കടം തീരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? മറ്റൊരാളിൻ്റെ കൂടെ പൈസ എടുത്ത്, എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന സമ്പത്ത് തികയാത്തത് കൊണ്ട് വേറൊരാളിനോട് കൂടെ കടം വാങ്ങിച്ചാണ് പലിശ മാത്രം കൊടുക്കുന്നത്. ഇങ്ങനെ കടം വർദ്ധിച്ച് കടം ഒരിക്കലും ഒതുങ്ങുകയില്ല എന്ന് ഹൃദയത്തിൽ പിശാച് മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഇനി മരണം മാത്രമെന്ന് പറഞ്ഞ് പിശാച് ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ, പലിശ കൊടുക്കാൻ പോലും നിവൃത്തി ഇല്ലാതെ വന്നപ്പോൾ ആൾക്കാർ പൈസ ചോദിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുവരെയും കറക്റ്റായിട്ട് പലിശ കൊടുക്കുമായിരുന്നു, അതുകൊണ്ട് ആരും മിണ്ടത്തില്ലായിരുന്നു. പലിശ നിർത്തിയപ്പോൾ അവർ പണം ചോദിക്കാൻ തുടങ്ങി. ഇനി ഒരു ഗത്യന്തരമില്ല, ഇങ്ങനെ പോയാൽ ഞങ്ങൾ പട്ടുപോകും. ഒന്നുകിൽ ആൾക്കാർ അടിച്ചു കൊല്ലും, അതിനേക്കാൾ നമുക്ക് ചാകുന്നതല്ലേ നല്ലത് എന്ന് തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അങ്ങനെ തീരുമാനിച്ചിട്ട് ഹല്ലേലൂയ എന്ത് ചെയ്യാം? തൂങ്ങിച്ചാകാമോ, വിഷം കുടിച്ച് ചാകാമോ, ഇങ്ങനെ പല ചിന്തകൾ ഇങ്ങനെ
ജീവിത ഹൃദയത്തിലൂടെ പോയി. പക്ഷെ അവസാനം ഒരു തീരുമാനമെടുത്തു. വിഷം ചെന്ന് ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ എവിടെയെങ്കിലും ചെന്ന് ചോദിച്ചാൽ തരുമോ? ആരും തരത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ സഹോദരന് ധാരാളം വാഴക്കൃഷിയുണ്ട്, അവന് ഇങ്ങനെ വാഴയ്ക്കിടുന്ന വിഷമുണ്ട്, അവനോട് ചെന്ന് ചോദിക്കാം. അതുകൊണ്ട് ഞാനൊരു നാടകക്കാരിയെ പോലെ അപ്പോൾ അഭിനയിക്കുമല്ലോ, കാരണം രക്ഷിക്കപ്പെട്ടില്ലല്ലോ. ഹല്ലേലൂയ. ഒരു നാടകക്കാരിയെ പോലെ അഭിനയിച്ച് എൻ്റെ സഹോദരനോട് പറയാണ്, ഇളയ സഹോദരനെ വിളിച്ചിട്ട് പറയാണ്, പിന്നെ നിന്റെ അളിയനാണെങ്കിൽ ഇപ്പോൾ വാഴക്കൃഷിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്, കടമായതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് മരുന്ന് എനിക്ക് തരണം. അവൻ പറഞ്ഞു അതിനെന്താ, തരാമല്ലോ എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടെ കുറച്ച് മരുന്നെടുത്ത് ആദ്യം അതായത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് പിന്നെ ഒരു കവറിലിട്ട് പിന്നെ ഒരു കവറിലിട്ടിട്ട് എൻ്റെ കരങ്ങളിൽ തന്നിട്ട് പറയാണ്, ഇത് വിഷമാണ്, നീ മണപ്പിക്കുകയൊന്നും ചെയ്യരുതേ, ഇത് വിഷമാണ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം അവനോട് ചിരിച്ചുകൊണ്ട് അത് കയ്യിൽ വാങ്ങുമ്പോൾ ഇങ്ങനെ മന്ത്രിച്ചു, പൊന്നു സഹോദര, ഇത് അതായത് മുഴുവന് തിന്നാൻ തന്നെയാണ് എന്ന്. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ ഹൃദയം മന്ത്രിക്കുന്നത് അവൻ അറിഞ്ഞേയില്ല. അവൻ സന്തോഷത്തോട് തന്നു. ഇത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട്, അതായത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, ദുഷ്ടത്തിക്കും സമാധാനമില്ല. സമാധാനമില്ലാത്തതുകൊണ്ടല്ലേ മരിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മരിക്കാനിരിക്കുകയാണ്. ഹല്ലേലൂയ. അതായത് രാത്രി 12 മണിയായപ്പോൾ ഒരു ലെറ്റർ എഴുതി വെച്ചു. എന്തോന്നാണ്? അടുത്തുള്ള ആൾക്കാരെല്ലാം പാവമാണ്, ഒരുപക്ഷെ നമ്മൾ മരിച്ചു കിടക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അയ്യോ ഈ അയൽവാസികളാണ് വന്ന് കൊന്നത് എന്നൊക്കെ പറയാതിരിപ്പാൻ, ഇത് കടം കൊണ്ട് മരിച്ചതാണ് എന്ന് ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ട് ഈ പൊതി നിവർത്തുമ്പോൾ ഇടിവെട്ടും പോലെ ഒരു ശബ്ദം. ഞാൻ വിചാരിച്ചു ഭൂകമ്പമാണ്, എന്നാൽ അങ്ങനെയെങ്കിലും മരിക്കാമല്ലോ, വിഷം തിന്നണ്ടല്ലോ എന്ന്. അത്രയ്ക്ക് ഉള്ള ഒരു സൗണ്ടിൽ ഹല്ലേലൂയ ഒരു ശബ്ദം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ, ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു സൂര്യൻ റൂമിൽ ഉദിച്ചു. ഭയങ്കരമായ ചൂടും വെളിച്ചവും വ്യാപരിച്ചു. അതായത് ഞാനാണെങ്കിൽ കത്തി കരിഞ്ഞു പോയെന്ന് തോന്നി. അത്രയ്ക്കുള്ള ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഒരു ദർശനം കാണിച്ചു തന്നു. അതിവിടെ പറയുന്നില്ല, അതൊരു പൈശാചിക മണ്ഡലത്തെ ദൈവം നശിപ്പിക്കുന്നത്. എന്നിട്ട് ഹല്ലേലൂയ, സ്തോത്ര, ഈ ഹല്ലേലൂയ വെളിച്ചം മാറി. ഹല്ലേലൂയ. അതായത് ചൂട്, അതായത് ആ അധിക ചൂടങ്ങ് മാറി. ഹല്ലേലൂയ. ഈ പ്രകാശം അപ്രത്യക്ഷമായപ്പോൾ ഞങ്ങളുടെ അവസ്ഥ, ഹല്ലേലൂയ, കടവുമില്ല, ഒന്നുമില്ല, 10,000 കോടി രൂപ എൻ്റെ വീട്ടിനകത്തിരിക്കുന്ന സന്തോഷം, അതാണ് ദൈവം തന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കടഭാരമെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടിയായി ആ രാത്രി തീരുമാനമെടുത്തു, ഇനി CSI പള്ളി പോകത്തില്ല. ഹല്ലേലൂയ. ദൈവം ആ പൈശാചിക മണ്ഡലത്തെ നശിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറയുന്നു, നീ എൻ്റെ വേല ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് അന്ന് രാത്രി തീരുമാനമെടുത്തു, ഇനി ഒരു പാരമ്പര്യത്തിലും പോകത്തില്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയിൽ മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു. പിന്നെ പോയില്ല. പാരമ്പര്യക്കാർ കുറേ നാള്, അയ്യോ നിങ്ങൾ അല്ലേ ഇതൊക്കെ വെച്ചത്, എന്നിട്ട് നിങ്ങൾ മാറിയ എന്ത് ചെയ്യും, നിങ്ങളുടെ പേര് വെട്ടാൻ പോകുന്നെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, പേര് വെട്ടിക്കോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, കാരണം സ്വർഗത്തിൽ ഞങ്ങളുടെ പേരെഴുതി. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ആത്മാവിലെ സത്യത്തിലും ആരാധിച്ച് ഹല്ലേലൂയ ദൈവകൃപയിലേക്ക് വന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദ്യ കാലഘട്ടത്തിലൊക്കെയും ഹല്ലേലൂയ, സ്തോത്ര, എവിടെ പോയാൽ അഥവാ വഴിയെ നടന്നാലും പിശാചളവും ആളുകൾക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെങ്കിലും അറിയാതെ തൊട്ടുപോയാലോ അവർക്ക് പിശാചളകും. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാലോ ട്രിപ്പോടെയൊക്കെ എണീറ്റിട്ട് ഞാൻ പോകില്ല എന്ന് പറയും. ഇങ്ങനെ ഭയങ്കരമായ പൈശാചിക മണ്ഡലത്തിന് മേലെ ഒരു അധികാരത്തോടെയാണ് ദൈവം ഞങ്ങളെ നിറച്ചത്. കാരണം അത്രയ്ക്ക് അന്ധകാര ശക്തികൾ ഞങ്ങളെ കൊന്നു കൊലവിളിച്ചെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഞങ്ങളോട് പോരാടി ഞങ്ങളെ കട്ടതയുടെ നടുവിലൂടെ ഇട്ടു, സാമ്പത്തികമായി മുടിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാച് എന്തിനാ വരുന്നത്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അത്രേ പിശാച് വരുന്നത്. യോഹന്നാൻ 10:10. ഹല്ലേലൂയ. നമ്മുടെ വിലപ്പെട്ട സമാധാനം മോഷ്ടിക്കും, സന്തോഷം മോഷ്ടിക്കും, നമ്മുടെ സമ്പത്ത് മോഷ്ടിക്കും, എല്ലാം വിലപ്പെട്ടത് മോഷ്ടിച്ച് ഹല്ലേലൂയ നമ്മളെ വല്ലാത്തൊരു പരുവത്തിലാക്കി തീർക്കുവാനാണ് പിശാച് വരുന്നത്. യേശു വരുന്നത് സമൃദ്ധമായ ജീവൻ തരാൻ. ഹല്ലേലൂയ. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ അസമാധാനം മാറ്റി നിത്യമായ സമാധാനം തരാൻ, നിത്യമായ സന്തോഷം തരാൻ. 2, നമുക്ക് നഷ്ടപ്പെട്ടത് സമൃദ്ധമായി മടക്കി തരാൻ. 3, ഏറ്റവും വലിയത് നിത്യജീവനാണ്. സ്വർഗരാജ്യത്തിൽ പോകാനുള്ള ഒരു അംഗീകാരം തരുവാനാണ് യേശു വന്നത്.
വന്നത്. ഹല്ലേലൂയ. യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പിന്നത്തേത് ഞങ്ങൾ സുവിശേഷ വേല തുടങ്ങി. ഒന്നും അറിയത്തില്ല. ഒരു പിശാച് ഇളകിയാൽ അത് വിട്ടുപോന്ന് പറയാൻ അറിയത്തില്ല. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? ആർക്കെങ്കിലും പിശാച് ഇളകിയാൽ ഓടുമായിരുന്നു. കാരണം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു. കാരണം സ്തോത്ര, അയ്യോ നമ്മൾ എന്തെങ്കിലും അവരെ ചെയ്തെന്ന് ആളുകൾ വിചാരിക്കും എന്നൊക്കെയാണ് അപ്പോൾ വിചാരിക്കുന്നത്. അയ്യോ പിന്നെ ആ ഹോസ്പിറ്റലിലെ നേഴ്സും ഡോക്ടറും വിചാരിക്കും നമ്മൾ ഇവർ എന്തോ ചെയ്തെന്ന്. അത് പിശാച് ഇളകിയാലായിരുന്നു. അത് വിട്ടുപോന്ന് പറയാൻ അറിയത്തില്ല. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു ദൈവദാസൻ ദൂത് പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെ ചവിട്ടുവാൻ അധികാരം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പിശാച് ഇളകുമ്പോൾ വിട്ടുപോകാൻ പറയണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ആ ഒരു ശുശ്രൂഷയിലൂടെ അത് മാത്രമല്ല കർത്താവ് ഹല്ലേലൂയ സ്തോത്രം പ്രധാനമായിട്ട് തന്നത് വെളിപ്പാടിൻ്റെ ശുശ്രൂഷയാണ്. ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വ്യക്തമായിട്ട് കാണിച്ചു തരും അവരുടെ അവസ്ഥകൾ. ഹല്ലേലൂയ. നോക്കൂ, അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതലാവും. അങ്ങനെ ആ ഒരു ശുശ്രൂഷയിലേക്ക് പിന്നെ സുവിശേഷം വ്യക്തമായിട്ട് നാണം കൂടാതെ പണ്ട് ഒളിച്ചു നിന്ന ഞാൻ ലജ്ജ കൂടാതെ എവിടെയും സുവിശേഷം പറയുവാൻ പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് പ്രാപ്തി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, അങ്ങനെ ഞങ്ങളെ പുറത്തെടുത്തു. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം ഹല്ലേലൂയ നല്ലവനും വല്ലവനും സർവശക്തനുമാണ്. ഈ ദൈവം ഹല്ലേലൂയ സകലത്തിൻ്റെ ഉടയവനാണ്. ഈ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ ഇതുവരെ എത്തി. ഈ ദൈവം ഞങ്ങളുടെ ജീവിത മേഖലകളിൽ വലിയ വലിയ അത്ഭുതം ചെയ്തു. നഷ്ടപ്പെട്ടത്, അതായത് ഒത്തിരി കടമുണ്ടായിരുന്നു. കടം ഒത്തിരി ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ ഭവനമെല്ലാം വിറ്റ് കടമെല്ലാം തീർത്ത് സന്തോഷത്തോടെ വാടകയ്ക്ക് പോകുവാനിടയായി തീർന്നു. അങ്ങനെ പാർത്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്ര, ഹല്ലേലൂയ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങുവാനായിട്ട് ഹല്ലേലൂയ 3 വ്യക്തികൾ സമ്പത്ത് തന്നു, സ്ഥലം വാങ്ങി. ഹല്ലേലൂയ. എല്ലാം ദൈവം പറഞ്ഞിട്ട് ഞങ്ങളൊരു അതായത് പാർട്ടി ഓഫീസിൻ്റെ മുകളിലാണ് ഹല്ലേലൂയ സ്തോത്രം താമസിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഇന്നും ആൾക്കാർ ചോദിക്കുന്നു, ആ വീട് വിറ്റോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടും പറഞ്ഞിട്ടില്ല. ദൈവം ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്തു. കർത്താവ് ഞങ്ങൾക്ക് തന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ ഒരു പെൺകുട്ടിക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്തപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വീട് വെച്ച് തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അവർ ഒരു കമ്പനിക്ക് പൈസ അടച്ചു. അവർ വന്ന് വീട് വെച്ച് നമുക്ക് തന്നു. ആ വീട്ടിലാണ് ഞങ്ങൾ പാർത്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നോക്കൂ, ഹല്ലേലൂയ സ്തോത്രം അവിടെയാണ് പാർക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം വചനത്തെ അനുസരിച്ചാൽ, പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവ വഴികളിലേക്ക് നമ്മുടെ കാലുകളെ വെച്ചാൽ നമ്മുടെ കാര്യം ദൈവം നോക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഞാനിങ്ങനെ ഭയങ്കര ആഡംബരക്കാരിയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് ആഡംബരം? സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴൊക്കെ സാരിയൊക്കെയാണ് കൂടുതൽ, ഇപ്പോഴല്ലേ ചുരിദാർ. ഹല്ലേലൂയ. ഇതൊക്കെ ഈ കടം വാങ്ങി പലിശ കൊടുക്കാൻ കടം വാങ്ങുന്നത് കൂടെ അതിൽ നിന്ന് കൂടെ എടുത്ത് സാരി വാങ്ങുമായിരുന്നു. നിങ്ങളെ പോലെയൊന്നുമില്ല, അധികം പാപം ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കടം വീട്ടാനാണ് പൈസ വാങ്ങുന്നത്, അതിൽ നിന്ന് കൂടെ പൈസ എടുത്ത് സാരി വാങ്ങുമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നത് കൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു, കർത്താവേ ഞാൻ മരിക്കുന്നത് വരെ ഒരു സാരിയും വാങ്ങൂലെന്ന്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ദൈവം കേട്ടു. ഇപ്പോൾ എന്ത് വേണമെന്ന് ചിന്തിച്ചാൽ മതി. ഒന്ന് ആഗ്രഹിച്ച് 5 എണ്ണം വേണ്ടി വരും. നമ്മുടെ ദൈവം സർവശക്തനാണ് കേട്ടോ. ദൈവം എനിക്കൊരു ദർശനം തന്നു. ഒരു വെളുത്ത ആട്ടിൻകുട്ടി നിൽക്കുകയാണ്, ഒരു വെള്ള ആട്ടിൻകുട്ടി നിൽക്കുകയാണ്. പക്ഷെ ഉയരത്തിൽ നിന്ന് അതിനാവശ്യമുള്ള എല്ലാ പല തരത്തിലുള്ള വൃക്ഷച്ചില്ലകൾ ചെത്തി മിനുക്കി ഓരോന്നായിട്ട് ഇതിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നു. ഇതത് കടിച്ചു പറിച്ച് തിന്നുന്നു. ആ ദർശനം എനിക്ക് കാണിച്ചു തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം ഞങ്ങളെ പോറ്റി പുലർത്തുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞെ, ഈ ദൈവം എത്ര വിശ്വസ്തനും എത്ര സ്നേഹവാനുമാണ് കേട്ടോ. ഹല്ലേലൂയ സ്തോത്ര. ഈ കർത്താവിനെ സ്നേഹിച്ച് ഈ കർത്താവിൻ്റെ വഴികളിൽ നടന്നാൽ, ഹല്ലേലൂയ നേരോടെ നടന്നാൽ, ഈ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് നടത്തി തരും. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലെ കൈ നീട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ ഹൃദയം അറിഞ്ഞ് ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് മാത്രം പറഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവം നമ്മുടെ ഹൃദയം അറിഞ്ഞ് നമ്മുടെ എല്ലാ
കാര്യങ്ങൾ നിശ്ചയമായിട്ട് നടത്തി തരും. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. നമ്മുടെ ഇന്നലകളിൽ മാത്രമല്ല, ഇന്നും നാളെയും അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഈ കർത്താവിൽ വിശ്വസിക്കുന്നവരെ ഒരു നാളും കർത്താവ് കൈവിടത്തില്ല. ലോകത്തിന്റെ അവസാനത്തോളം കർത്താവ് കൂടെ ഇരിക്കുമെന്നാണ് നമ്മോടുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. അപ്രകാരം തന്നെ നമ്മെ അനുഗ്രഹിപ്പാൻ ഇടയായി തീരും. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഞങ്ങൾ ഇതുവരെ എത്താനിടയായി തീർന്നു. വളരെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോഴും ചില പ്രതിസന്ധി വന്നു. പക്ഷെ അതെല്ലാം കർത്താവ് തരണം ചെയ്യാൻ ഇടയായി തീർന്നു. അടുത്ത കാലത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒരു കാലിലൊരു പ്രതിസന്ധി വന്നു. അതും ദൈവം അത്ഭുതകരമായിട്ട്, മരണകരമായ പ്രതികൂലമാണ് അത്. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ശുശ്രൂഷ തീർന്നിട്ടില്ല, ഇനിയും ഉള്ളത് കൊണ്ട് കർത്താവ് ജീവിപ്പിച്ചു. ഹല്ലേലൂയ. ജീവിച്ചാലും മരിച്ചാലും കർത്താവിനായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഹല്ലേലൂയ സ്തോത്രം, മരിച്ചാലും ഹല്ലേലൂയ ഒരു വിഷമമില്ല. കാരണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ കർത്താവിനെ വേഗത്തിൽ കാണാൻ പറ്റും. ഹല്ലേലൂയ കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ നമുക്കൊരു പ്രത്യാശ വേണം. ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചാൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. നമ്മൾ സങ്കടക്കടലിലായി തീരും. നമ്മൾ ഭാരപ്പെട്ട് ഹല്ലേലൂയ ജീവിതം വിഷമതയേറിയതായി തീരും. പക്ഷെ യേശു ക്രിസ്തുവിൽ പ്രത്യാശയാൽ നിത്യ സന്തോഷമുണ്ടാകും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നൽകി തരും. അത് മാത്രമല്ല, നിത്യ ജീവനിലേക്ക്, ആ പ്രത്യാശ നാട്ടിലേക്ക് പോകാനുള്ള അകത്തളങ്ങളിൽ ഒരു സന്തോഷം വ്യാപരിക്കും. ഹല്ലേലൂയ. ഏത് ദുഃഖങ്ങളോ ഏത് മരണകരമായ പ്രതിസന്ധി വന്നാൽ ഭാരപ്പെട്ടു പോകത്തില്ല, ചഞ്ചലിച്ചു പോകത്തില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് രോഗിയായിരിക്കുമ്പോൾ കർത്താവിനോട് സംസാരിക്കുമ്പോഴൊക്കെ കർത്താവ് മൗനമായിരുന്നു. ഒരിക്കൽ ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടോ ഇല്ലേ, അതെന്നോട് പറയുന്നു. ഹല്ലേലൂയ. അന്ന് രാത്രി ജനറൽ ഹോസ്പിറ്റലിനകത്ത് ഞാനൊരു ദർശനം കാണുന്നു. ആകാശമെല്ലാം ഭൂമിയോട് ചാഞ്ഞ് ഇങ്ങനെ തറയിൽ മുട്ടി കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ആ ആകാശത്തിൽ ഒരു ദർശനം ഞാൻ കാണുകയാണ്. അതിലൊരു വലിയ ഹൃദയം ഇരിക്കുന്നു. അതൊരു മനുഷ്യന്റെ ഹൃദയമാണ്. അതിങ്ങനെ അത് പച്ചക്കിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ ഹൃദയത്തിന്റെ അടുക്കലേക്ക് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു വെളിച്ചമുണ്ട്. അതിനകത്ത് ആരോ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുകയാണ്, ഇത് യേശു തന്നെയാണോ, അത് തിരിച്ചറിയണമല്ലോ. അവിടെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് അതിന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ യേശുവിൻ്റെ കൈയെടുത്ത് ഇങ്ങനെ കാണിച്ചു, ആണിപ്പഴുത്തുള്ള കര. ഞാൻ പറഞ്ഞു, അയ്യോ കർത്താവേ എന്ന് പറഞ്ഞതും ആ ദർശനം അപ്രത്യക്ഷം എനിക്ക് മനസ്സിലായി, യേശുവുണ്ട്.